ഹായ്, എല്ലാവർക്കും അനൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഇതിന് ചക്കക്കുരു കറി എന്നാണ് പറയുക. ഇതിനേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറയാം. ഇത് ഞാനിവിടെ തോല് കളഞ്ഞിട്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങേണ്ട ഇലയാണിത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണിത്. ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ചുവന്നുള്ളി ഒരു 5-6 ചുവന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചക്കക്കുരു നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇത് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ ആഡ് ചെയ്തെടുക്കുന്നത്. ചക്കക്കുരു വേവുന്ന ടൈം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതുപോലൊരു സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നല്ലതുപോലെ ഈ ചക്കക്കുരു ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ അത് മാറ്റിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരുക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എടുക്കാം. അതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിക്കായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങേൻ്റെ ഇല ഇട്ടിട്ട് നല്ലതുപോലെ താളിച്ചെടുക്കാം. മുരിങ്ങേൻ്റെ ഇല ഇതുപോലെ നല്ലതുപോലെ താളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ താളിച്ച് വെച്ച മുരിങ്ങേൻ്റെ ഇല കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമ്മളെ കറി റെഡി. നമ്മളിതാ ലാസ്റ്റ് സ്റ്റേജാണിത്. നമ്മൾ ഇല ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കറിയുടെ കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലായി കിട്ടണം നമ്മളെ കറി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു കറി കാണുന്നത്. ഹസ്ബൻഡ് ഉമ്മ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു മീനിൻ്റെ മുളകിട്ടതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം വീട്ടിൽ നിന്ന് പുറത്ത് പോയി സാധനമൊക്കെ വാങ്ങിച്ച് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കുറച്ച് ചക്കക്കുരുവും തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചക്കക്കുരു വേവുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.